കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കബീർ കെയുടെ നിർബന്ധപ്രകാരം സഫയുടെ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ അവരുടെ വീട്ടിൽ താമസിക്കാൻ ഷെരീഫും ഫൈസലും അവന്റെ ഉമ്മയും വന്നിരുന്നു. ഫൈസലിന്റെ പെൻഡിങ്ങായി നിൽക്കുന്ന പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആബിദ് അവനെ സഹായിച്ചു. ആബിദ് സൗദിയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാക്സിമം അവിടെ പോകാതെ തന്നെ കാര്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ കിടന്ന് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഒരു സെക്കൻഡ് പോലും അവനവൻ്റെ പെണ്ണിനെ കാണാതിരിക്കാൻ വയ്യ. ലാപ്ടോപ്പ് തുറന്നു വെച്ച് കുറച്ച് മെയിൽ ചെയ്യുകയായിരുന്നവൻ. അപ്പോഴാണ് മനസ്സിലേക്ക് പെണ്ണിൻ്റെ മുഖം പാഞ്ഞെത്തിയത്. പെണ്ണിപ്പോൾ ഫുള്ള് തിരക്കില്ല, ഒന്ന് നേരാവണ്ണം കാണാൻ പോലും കഴിയുന്നില്ല. അവൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളുടെ ഇത്താൻ്റെയല്ലേ കല്യാണം. എന്നാലും എന്നൊന്നും മൈൻഡ് ചെയ്തുകൂടെ? ആബിദും ഫുള്ള് തിരക്കിലായിരുന്നു. കാരണം സമീർ ഇപ്പം നാട്ടിലല്ലേ കല്യാണം പ്രമാണിച്ച്. സോ അവിടെയുള്ള കാര്യങ്ങൾ അവിടെ പോകാതെ തന്നെ സെറ്റ് ചെയ്യാൻ ഒരുപാട് പണിയുണ്ട്. സോ ഒന്നിനും ടൈം കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ കട്ട ചങ്കി ചെക്കൻ്റെ കല്യാണവും. എല്ലാ കാര്യത്തിനും അവൻ ആബിദിനെയാണ് കൂടെ പോകാൻ വിളിക്കാറ്. അവൻ്റെ കൂടെ പോവേണ്ടതുകൊണ്ട് തന്നെ സഫയുടെ മാരേജ് പർച്ചേസ് കാര്യങ്ങളൊന്നും തന്നെ ആബിദിന് പോകാൻ കഴിഞ്ഞില്ല. അതവനിൽ ഒരുപാട് സങ്കടമായിരുന്നു. ഇതൊക്കെയല്ലേ പെണ്ണുമായിട്ട് കൂടുതൽ ഇടപഴകാൻ പറ്റുന്ന സാഹചര്യം. ഇതേ അവസ്ഥ തന്നെയായിരുന്നു അഹാനയുടെയും. പിന്നെ കുറച്ചൊക്കെ പരസ്പരം വിട്ടുന്നാലേ സ്നേഹത്തിന് നല്ല വിലയുണ്ടാവുള്ളൂ എന്ന് ഓർത്തപ്പോൾ അവളൊന്ന് ആശ്വസിച്ചു. അങ്ങനെ സഫയുടെ ഹൽദി ഡേ വന്നെത്തി. സമീർ കബീർക്കയുടെ റിലേഷൻ ആയതുകൊണ്ട് അവരും ആബിദിൻ്റെ ഉമ്മയും അന്ന് അവിടെയായിരുന്നു. ആബിദിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പാവം ആകെ ട്രാപ്പായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സമീർ അവരെ കട്ടച്ചങ്കായത് കാരണം മുഴുവൻ ദിവസവും, അതായത് കല്യാണം എന്ന് കെട്ടടങ്ങുന്നവരെ അവൻ്റെ വീട്ടിൽ നിൽക്കാൻ ഓർഡർ ചെയ്തിരിക്കുകയാണ് സമീർ. സോ സഫയുടെ മാരേജിൽ പങ്കെടുക്കാൻ അവന് കഴിഞ്ഞില്ല. അവന് തൻ്റെ പെണ്ണിനെ കാണാൻ സാധിക്കാത്ത വിഷമായിരുന്നു മുഴുവൻ. പല വഴി അവിടെ നിന്ന് സ്കൂട്ടാവാൻ തുനിഞ്ഞെങ്കിലും സമീർ പൊക്കും. റിജാദും ഫൈസലും സഫയുടെ കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തം ആങ്ങളമാരെ പോലെ നിന്ന് ചെയ്തു കൊടുത്തു. മാജിയും സഫയുടെ കല്യാണത്തിനായിരുന്നു കൂടിയത്. മാജിയും അഹാനയും ഫാസിലും ഹൽദിക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഇട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫാസില അഹാന ഡള്ളായിരിക്കുന്നത് കണ്ടത്. എന്ത് പറ്റി മോളെ, ഒരു വൈക്ലഭ്യം? അതെ, മൂപ്പര വൈക്ലഭ്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇക്കയില്ലല്ലോ, മൂപ്പര ചെങ്ങായിന്റെ കല്യാണമായതുകൊണ്ട് മൂപ്പര ഓന്റെ വീട്ടിലാ. സോ കാണാൻ പറ്റാതെ സങ്കടമായിരിക്കും. നിനക്ക് അങ്ങനെ തന്നെ വേണോടി. മാജിയായിരുന്നത്. ഒന്ന് പോടി, നിനക്ക് പറയാം. നീ നോട്ടം വെച്ചിരിക്കുന്ന ആള് ഇവിടെ തന്നെ ഉണ്ടല്ലോ, കള്ള ഹിമാറെ. അഹാന മാജിയോട് അർത്ഥം വെച്ച് പറഞ്ഞു. കാര്യം കേട്ട് കിളിപോയി നിപ്പാണ് ഫാസില. ഡി ആരടിയത്? സത്യം പറഞ്ഞു, ഞാൻ അറിയാതെ ആരെയും നീ നോട്ടം വെച്ചിരിക്കുന്നത്? ഫാസില മാജിയുടെ നേരെ തിരിഞ്ഞതും മാജി അഹാനയുടെ കഴുത്തിന് പിടിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു. വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കണ്ട, നിനക്കൊന്നും വേറെ പണിയില്ലേ? നോട്ടം വെക്കാൻ പറ്റിയൊരു മുതല്. ഫൈസലിനെ കുറിച്ചാണ് അഹാന പറഞ്ഞതെന്ന് മനസ്സിലായ മാജി കപട ദേഷ്യം ഫിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും എന്തോ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വികാരം അവന് മേൽ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതെല്ലാം അവൾ അവിടെ തന്നെ എട്ടായി മടക്കി വെച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള ഇണക്കവും പിണക്കവും കഴിഞ്ഞ് നമ്മുടെ സഫയുടെ ഹൽദി ജോറായി കഴിഞ്ഞു. അതിനിടയിലാണ് അഹാനയ്ക്കൊരു ഫോൺ കോൾ വന്നത്. നമ്പർ സേവ് അല്ലാത്തതുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ആരാണെന്ന് ഒരുപാട് തവണ ചോദിച്ചു. മറുവശത്തു നിന്നും ഒരു മറുപടിയും കേൾക്കാതെ കണ്ട് അവൾക്ക് ദേഷ്യം എരഞ്ഞു കയറി. ആരാടോ ഇത്? താനെന്താ പൊട്ടം കളിക്കുവാണോ? കുറെ നേരമായല്ലോ ആരാരെന്ന് ചോദിക്കുന്നത്. തന്നെയൊക്കെ പറഞ്ഞത് മുഴുമിക്കുമ്പോഴേക്കും മറുവശത്തു നിന്ന് ഒരു ശബ്ദം കേട്ടതും അവളുടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു വരാൻ തുടങ്ങി. എൻ്റെ പെണ്ണിൻ്റെ ശബ്ദം ഞാനൊന്ന് ആസ്വദിച്ച് കേൾക്കട്ടെടൂ, നീ ഇങ്ങനെ ചൂടാവാതെ. ആബിദായിരുന്നത്. ഇന്നവരെ അവർ പരസ്പരം ഫോൺ നമ്പർ കൈമാറിയിട്ടില്ല. ഇന്ന് ആദ്യമായാണ് ആബിദ് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് അവൾ ആകെ വണ്ടറടിച്ച് നിൽപ്പാണ്. ആ ഇക്ക, ഞാൻ ആളറിയാതെ സോറി. എന്താ പെണ്ണേ, നിനക്കെന്നെ കാണണമെന്ന് തോന്നില്ലേ? ഞാനിവിടെ ശ്വാസം മുട്ടി നിൽപ്പാ. ഒടുക്ക നിന്റെ ശബ്ദമെങ്കിലൊന്ന് കേൾക്കാമെന്ന് കരുതിയാ ഫോണിലേക്ക് വിളിച്ച്. എനിക്ക് മാത്രം കാണാൻ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്കും തോന്നണ്ടേ? അവളതൊരു തമാശയായി പറഞ്ഞപ്പോൾ മറുവശത്തുനിന്ന് മറുപടി ഒന്നും കേട്ടില്ല. അവനത് വിഷമമായി എന്ന് ആ മൗനത്തിലൂടെ അവൾക്ക് മനസ്സിലായിരുന്നു. ഞാൻ പെണ്ണെ, നിനക്കറിയില്ലേ എങ്ങനെയാ ഞാൻ? സമീറിന്റെ കല്യാണമാണോ? അവനൊരു നടക്കെന്നെങ്ങും പോകാൻ സമ്മതിക്കുന്നില്ല. സാറില്ലിക്ക, നിങ്ങളെ ചങ്ങായിന്റെ കല്യാണമല്ലേ, നിങ്ങളല്ലേ എല്ലാം മുമ്പിൽ നിന്ന് ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ നിക്കാഹിന് നമുക്ക് കാണാലോ. നമുക്ക് ഇക്കാരം കാണാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇക്ക അവിടെ ആയാലും നിങ്ങളെ ചങ്ക് ദേ ഈ നെഞ്ചില. നമ്മളിവിടെ അങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുള്ളിടത്തോളം എൻ്റെ ഇക്കയുടെ സാന്നിധ്യം എന്നിൽ നിറഞ്ഞിൽക്കും ഇക്ക. അവൾ പറഞ്ഞു കേട്ട് ആബിദിന് ഒരുപാട് സന്തോഷമായി. കുറച്ചു സമയം അവർ പരസ്പരം മതിമറന്ന് അവരുടെ ലോകത്ത് മാത്രമായി സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് റൂമിന് പുറത്ത് താഴേക്ക് കണ്ണു നട്ടാകെ കലിപ്പായി നിൽക്കുന്ന മാജിയെ കണ്ടത്. പെട്ടെന്ന് തന്നെ ആബിദിനോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അവളുടെ അടുത്തേക്ക് നീങ്ങി. ഒറ്റ നോട്ടിൽ തന്നെ അഹാനയ്ക്ക് എന്താ കാര്യമെന്ന് പിടികിട്ടിയിരുന്നു. താഴെ ഹാളിൽ നല്ല കുട്ടപ്പനായി റിജാദിക്കയോടൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ് ഫൈസൽക്ക. അതിന് തൊട്ടപ്പുറമായി എൻ്റെ കുറച്ച് കസിൻസും സഫയുടെ കുറച്ച് ഫ്രണ്ട്സും നിൽപ്പുണ്ട്.
ഫൈസലിനെ കണ്ട് പിടക്കോഴികളെ പോലെ അവനെ തന്നെ ഇമവട്ടാൻ നോക്കി ഓരോന്ന് പറഞ്ഞ് വെള്ളറുക്കിയാണ് ആ പെൺപട. അത് കണ്ട് കലിപ്പായി നിപ്പാണ് നമ്മുടെ ചങ്ക് മാജി. അപ്പൊ അവളുടെ മനസ്സിലും ഒരു പൂ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ. ഡി പുറകെ പോയി അഹാന നല്ല കടുകെട്ടിയായി വിളിച്ചപ്പോൾ മാജി ഒന്ന് ഞെട്ടി അവളെ നോക്കി. എന്താണ് മോളെ, സഹിക്കുന്നില്ല അല്ലേ? എന്ത്? മാജി അവളുടെ നേരെ തിരിഞ്ഞു. അഹാന താഴെ ഫൈസലിനെയും ആ പെൺപടയും ചൂണ്ടിക്കാട്ടി അവളോട് പറഞ്ഞു, ദേ അത് കുന്തം ഒന്ന് പോടി. ദേഷ്യത്തോടെ മാജി അവിടുന്ന് ഒരു പോക്കായിരുന്നു. എല്ലാം കണ്ട് അഹാനയ്ക്ക് ചിരിക്കണോ കരയണമെന്ന അവസ്ഥയായിരുന്നു. അവളും മാജിയുടെ പുറകെ ചിരി അടക്കി വെച്ചുകൊണ്ട് പോയി. താഴെ റിജാദിനോട് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ എല്ലാം മനസ്സിലായെന്ന പോലെ ഫൈസൽ ഒരു പുഞ്ചിരിയുടെ മുകളിലേക്ക് നോക്കി നിന്നു. മെഹന്തിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞുപോയി. ഇന്നാണ് സഫയുടെ നിക്കാഹ്. അതിന്റെ ടെൻഷനൊക്കെ അവളുടെ മുഖത്ത് നല്ലപോലെ തെളിഞ്ഞ് കാണാനുണ്ട്. എന്റെ ഉപ്പയുടെ വീട്ടുകാർ വന്ന് അവളെ നല്ല അടിപൊളിയായി ചമയിച്ചു. സ്വർഗത്തിലെ ഹൂറിയെ പോലെ അവൾ ആ ഗോൾഡൻ ലെഹങ്കിൽ വെട്ടിത്തിളങ്ങി നിന്നു. ഞാനിന്നൊരു പീച്ച് കളർ ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത്. അത്യാവശ്യം നല്ല സുന്ദരി കുട്ടിയായി ഒരുങ്ങിയിരുന്നു. കാരണം വേറൊന്നുമല്ല, നിക്കാഹ് കഴിഞ്ഞ ചെക്കൻ്റെ കൂടെ നമ്മുടെയൊക്കെയും വരുമല്ലോ. സമീർ ആഗ്രഹിച്ച പോലെ ഒടുക്കം സഫ അവൻ്റെ നല്ലൊരു പാതിയായി മാറി. അവരുടെ നിക്കാഹ് കഴിഞ്ഞു. ചെറുക്കനും പിള്ളേരും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരുവിധം ആൾക്കാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു. വേറൊന്നിനല്ലേ ഈ കേക്ക് കൺകുളിർക്കൊന്ന് കാണാൻ. കൈമുട്ടിപ്പാട്ടിനും ബാൻഡ് മേളത്തിനും ബഹളത്തിനും ഇടയിൽ നമ്മൾ കണ്ടു നമ്മളെ ചെക്കനെ, എൻ്റെ ഇക്കേ. ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രീൻ മിക്സ് കളർ ഷർട്ടും വൈറ്റ് പാൻറ് ഷർട്ടുമായിരുന്നു ഇക്കയുടെ വേഷം. റൈബാൻ ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് വരവ്. നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി ഇക്കാക്ക് എന്തോ ഒരു പ്രത്യേക മൊഞ്ചെടുത്ത് കാണിക്കുന്ന പോലെ. എന്തൊരു മൊഞ്ച! സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. മൂപ്പര് ചെറുക്കൻ്റെ കൂടെ പാട്ടിന് മേളത്തിനൊന്നും നിൽക്കില്ല കേട്ടോ. ഒരു മൂലക്ക് നല്ല ഗൗരവത്തിൽ ചെവിയിൽ എയർപോർട്ടൊക്കെ വെച്ച് നല്ല ലുക്കിലാണ് നടപ്പ്. ഇനി കുറെ പിടക്കൂടികൾ ഞാൻ കാണേണ്ടി വരുമല്ലോ റബ്ബേ. ചെറുക്കനും കൂട്ടരകത്തേക്ക് കയറി. ഇക്ക അവസാനമായിട്ടായിരുന്നു കയറിയത്. ആ കണ്ണുകൾ വീട് മുഴുവൻ പരതിക്കൊണ്ടേയിരുന്നു. അത് നമ്മളെയാണെന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ. എയർപോർട്ടിലൂടെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ അരസമായി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു എന്നിൽ ഉടലെടുത്ത്. രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കിയപ്പോൾ മതി പറന്ന് ആ കണ്ണുകൾ കോർത്തുകൊണ്ടേയിരുന്നു. പെണ്ണിന് പിന്നെ മൊഞ്ച് കൂടിയിക്കണ്. ഇവളെ എന്നെയും കൊണ്ടേ പോവൂ, എനിക്ക് വയ്യ. ആബിദ് അവളെ നോക്കി ആത്മകഥം പറഞ്ഞു. സഫയെ റൂമിൽ കയറ്റി സമീർ അവൾക്ക് മഹർ ചാർത്തി. അങ്ങനെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ചടങ്ങ് കഴിഞ്ഞ് ചെറുക്കനും കൂടി തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ ആബിദ് അഹാനിന്റെ അടുത്തേക്ക് സംസാരിക്കാനായി നീങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ സമീർ അവനെ പുറകെ നിന്നും പൊക്കി. ഡാ എല്ലാം പിന്നെ നിനക്ക് നിന്റെ പെണ്ണിന്റെ അടുത്തെത്തിയാ പിന്നൊന്നും ബോധം ഉണ്ടാവില്ല. ഓനിപ്പോൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും. ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പൊ ഇങ്ങ് വന്നേ. അതും പറഞ്ഞ് സമീർ ആബിദിനെ അവന്റെ കൂടെ കൂട്ടി. സത്യത്തിൽ ആബിദിന്റെ ഭാവം കണ്ടപ്പോൾ അഹാനയ്ക്ക് ചിരിയടക്കാനായില്ല. എങ്കിലും കാത്തിരുന്ന് കണ്ടിട്ട് ഒന്നും മിണ്ടാൻ പറ്റാതായപ്പോൾ അവൾക്ക് അതിയായ സങ്കടം വന്നിരുന്നു. ഡാ കാലമാടാ, നിനക്ക് എന്തിന്റെ സൂക്കിയടാ? ഞാനൊന്ന് അവളോട് സംസാരിച്ചെന്ന് കരുതി. എത്ര ദിവസമായി എന്നറിയോ പെണ്ണിനൊന്ന് കണ്ടിട്ട്? ആബിദ് സമീറിനോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഡാ മോനെ, നിന്റെ സംസാരിക്കാൻ എനിക്കറിയാം. അല്ലെങ്കിൽ നിനക്ക് അവളെ കാണുമ്പോൾ ഉള്ള കൺട്രോൾ മുഴുവൻ പോകും. പെണ്ണൊന്ന് ഒരുങ്ങി കാണാൻ നല്ല മൊഞ്ചത്തിക്കുട്ടി ആയിട്ടുണ്ട്. സോ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ചിലപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അതിനെന്തെങ്കിലും ചെയ്താലോ? വെറുതെ കല്യാണത്തിന് മുന്നേ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കണോ? അത് പറഞ്ഞതും ആബിദ് അവനെ പുറന്നോക്കിയൊന്ന് കൊടുത്തു. അവൻ പറഞ്ഞ ശരിയാണ്. പെണ്ണ് എന്ത് മൊഞ്ചാണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഇനിയും ഞാൻ അവിടെ നിന്നാ എന്തെങ്കിലും സംഭവിച്ചു പോകും. ഒരു കണക്കിന് സമീർ എന്നെ അവളുടെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കാതെ നന്നായി. ആബിദ് ആത്മകഥം പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് സഫയെ ചമയിക്കാൻ വേണ്ടി പെങ്ങന്മാരെത്തി. അവരുടെ കൂടെ പോകാൻ നേരം പെണ്ണ് കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും അനുഗ്രഹം വാങ്ങി. എന്നെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ സത്യത്തിൽ ഒതുക്കി വെച്ച കണ്ണുനീർ അണപൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആകെ നാറ്റുകേസായി. എങ്കിലും അവൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആളോ വരികയെന്നോർത്തപ്പോൾ മനസ്സിനൊരു ആശ്വാസം. അവളെ അവരുടെ കൂടെ യാത്രയാക്കി നമ്മൾ പെണ്ണുവീട്ടുകാരും പുറകെ ബസ്സിൽ ചെറുക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അതിനിടയിൽ നമ്മൾ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചു കേട്ടോ. നമ്മുടെ പെണ്ണ് ഫാസിയില്ലേ, അവളും നമ്മുടെ റിജാദിക്കയും കണ്ണും തമ്മിൽ കോർക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ ആയി. സംഭവം നേർവഴിക്കല്ല പോകുന്നതെന്ന് നമുക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അന്ന് അവൾ റിജാദിക്ക് ഡ്രോപ്പ് ചെയ്തെടുത്ത മുതൽ പെണ്ണ് വേറെ ഏതോ ലോകത്താണ്. എന്തോ സംതിങ് ഫിഷി. അവൾ പിടിച്ചൊന്ന് ആകമാനം കുലുക്കി നോക്കണം. മാജിയുടെ കാര്യം പിന്നെ പറയണ്ട. അവൾ ഫൈസൽക്കാരുടെ പിറകെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക. ഇവളുമാർക്ക് എന്താ ഇങ്ങനെ? അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈസൽക്ക് ഇടുക്ക ഒളി കണ്ടിട്ട് പെണ്ണിനെ നോക്കുന്നത് കാണുന്നുണ്ട്. എന്തായാലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ. ബസ്സിൽ കയറി പാട്ടും കുത്തൊക്കെയായി ചെറുക്കൻ്റെ വീടെത്തി. അവിടെ കയറി പോകുമ്പോൾ വീടിന് മുന്നിൽ തന്നെ നമ്മളെ ഇക്ക നിൽപ്പുണ്ട്. മൂപ്പരെ കണ്ടപ്പോൾ നമ്മൾ നല്ല അസ്ഥയിൽ പുഞ്ചിരി പാസാക്കി ഒരു കണ്ണിറുക്കി കാണിച്ചു. പെട്ടെന്ന് തന്നെ മൂപ്പര് നെഞ്ചിൽ കൈവച്ച് വീഴുന്ന പോലുള്ള ആക്ഷനും. അവിടെ വെച്ച് ആബിദിനും അവളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പല വഴി നോക്കി, എല്ലാം ഫ്ലോപ്പായി. ഒടുക്ക അവൾ പോവുകയും ചെയ്തു.
രാത്രി സഫയും സെമീർക്കയും ഞങ്ങളുടെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു. അവരുടെ കൂടെ നമ്മുടെ കല്യാണ ചെക്കനും വന്നു. കല്യാണത്തിന്റെ തിരക്ക് കാരണം ആകെ ടയർഡായിരുന്നു ഞാൻ. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലേക്ക് കയറി ഡോറ് ക്ലോസ് ചെയ്തു. തലയിലിട്ടിരുന്ന തട്ടമഴിച്ച് ബെഡിലിട്ട് വാഷ്റൂമിലേക്ക് പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായി റൂമിൽ വന്ന് തട്ടമെടുക്കാനായി തുനിഞ്ഞതും പുറകെ നിന്നും ആരോ തന്നെ വലിച്ച് അയാളുടെ നെഞ്ചിലേക്കിട്ടതും ഒരുമിച്ചായിരുന്നു. ആബിദായിരുന്നത്. പെട്ടെന്നുള്ള അറ്റാക്കിൽ അവൾ ആകെ ഭയന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. അപ്പോൾ തന്നെ ആബിദ് അവന്റെ കൈകൊണ്ട് അവളുടെ വാ അമർത്തി പൊത്തിപ്പിടിച്ചു. ഒരു നിമിഷം തന്റെ മുമ്പിൽ താൻ കൺകുളിർക്കെ കാണാൻ ആഗ്രഹിച്ച തന്റെ ഇക്ക വന്ന് നിന്നപ്പോൾ അവളുടെ മനസ്സിൽ തെല്ലൊന്നുമല്ലായിരുന്നു സന്തോഷം ഉടലെടുത്തത്. എന്തോ അവൾ അവനിൽ തന്നെ കണ്ണും നട്ട് നോക്കി നിന്ന് പോയി. എന്തു മൊഞ്ചായിക്ക ഈ വേഷത്തിൽ. ലൈറ്റ് ബ്ലൂ ഷർട്ട്, വൈറ്റ് പാൻറ്, മൂപ്പരെ സൺഗ്ലാസ് ഷർട്ടിൽ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ അലസമായി വീണ് കിടക്കുന്ന മുടി ഇക്കാക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. അവൻ അവളുടെ വാ പൊത്തി വെച്ചിട്ടും ഏതോ മാന്ത്രിക ലോകത്തെന്ന പോലെ പെണ്ണ് അവന് തന്നെ കണ്ണു നട്ട് നിപ്പാണ്. അത് മനസ്സിലാക്കിയ ആബിദ് മറുകൈ കൊണ്ട് അവളുടെ അരയിൽ ചെറുതായിട്ടൊരു നുള്ളു വെച്ച് കൊടുത്തു. അപ്പോഴാണ് പെണ്ണിന് ബോധം വന്നത്. പൊടുന്നനെ തനിക്ക് അമളി പറ്റിയെന്ന് മനസ്സിലായ അവള് അവനെ തന്നിൽ നിന്ന് തള്ളി മാറ്റി തിരിഞ്ഞിരുന്നു. ഛേ റബ്ബേ, ഞാൻ ഇങ്ങനെ വായി നോക്കി നിൽപ്പായിരുന്നു ഇത്രയും നേരം. അയ്യേ ആകെ നാറി. ഛേ, അവൾ ആത്മഗതം പറഞ്ഞു. തലയിൽ തട്ടമില്ലാത്ത പെട്ടെന്നാണ് അവൾക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ ബെഡിൽ കിടക്കുന്ന തന്റെ തട്ടമെടുക്കാനായി തുനിഞ്ഞപ്പോൾ ആബിദ് പുറകെ നിന്നും വീണ്ടും അവൾ വലിച്ച് അവന്റെ നെഞ്ചോട് അടുപ്പിച്ചു. ഇക്ക വിട്ട്, എന്താ ഇത്? ഞാനൊന്ന് തട്ടെടുക്കട്ടെ, വിട്. അവൾ ഓരോന്നും പറയുന്നുണ്ടെങ്കിലും അവൻ മറുത്തൊന്നും പറയാൻ നിൽക്കാതെ അവളിൽ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. മുഖം കഴുകി വന്നതിനാൽ തന്നെ അവളുടെ മുഖത്തും കഴുത്തിലൊക്കെയായി വെള്ളത്തുള്ളികൾ കാണാമായിരുന്നു. തട്ടമിടാതെ പെണ്ണിനെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു മൊഞ്ചാണെന്ന് അവന് തോന്നി. മുത്തുകൾ വിതറിയ പോലെ അങ്ങിങ്ങായി അവളുടെ കഴുത്തിൽ പതിഞ്ഞിരുന്ന വെള്ളത്തുള്ളികൾ കണ്ടപ്പോൾ അതിലേക്ക് അവന്റെ കൈകൾ യാന്ത്രികമായി നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുതരം വികാരത്തിന്റെ മൂർത്ത സ്ഥിതിയിൽ ആബിദ് എത്തിയിരുന്നു. അവന്റെ വിരലുകൾ അവളുടെ കഴുത്തിനെ തഴുകിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവന്റെ നെഞ്ചിരിപ്പ് ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. നെറ്റിയിൽ കൂടി വിയർപ്പ് കണങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അവന്റെ മുഖഭാവം മാറുന്നു കണ്ട അഹാനക്ക് ഒരുവിധം കാര്യം പിടികിട്ടിയപ്പോൾ തന്നെ അവൾ അവനിൽ നിന്നും കുതറിമാറാൻ ശ്രമിച്ചു. പക്ഷേ അവളിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൻ പതിയെ അവളുടെ കഴുത്തിൽ തന്നെ മുഖം പൂഴ്ത്തി വെച്ചു. അതും കൂടി ആയപ്പോൾ അവളൊന്ന് പിടഞ്ഞുപോയി. അവളുടെ നെഞ്ചിൽ കൂടി ഒരു പാളിച്ച അനുഭവപ്പെട്ടു. ഹൃദയം പൊട്ടുന്ന വിധത്തിലാണ് മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരം മുഴുവൻ കോരിത്തരിക്കുന്ന പോലൊരു ഫീല്. തൊണ്ടയിലെ വെള്ളമാകെ വറ്റി വരണ്ടു. ഒരു നിമിഷം അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ടും നാവ് കൊണ്ടും അവളുടെ കഴുത്തിൽ അവളുടെ കഴുത്തിൽ പതിഞ്ഞ വെള്ളത്തുള്ളികൾ തുടച്ച് നീക്കിയപ്പോൾ നിന്ന് നിൽപ്പിൽ തന്നെ ഇല്ലാതായതുപോലെ തോന്നിയവൾക്ക് അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളെടുത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.